ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്ന് ബദ്രീനാഥിൽ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ മുഴുവൻ കോടമഞ്ഞാണ്. റൂമിൻ്റെ മുന്നിലൊക്കെ ഭയങ്കര കോടമഞ്ഞാണ്, ഭയങ്കര കോടമഞ്ഞ്. വായി നൂതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീട്ട് വലിക്കുന്ന പോലുള്ള എഫക്റ്റാണ്. കണ്ടില്ലേ? ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. ഓം നമോ നാരായണായ. ഇവിടെ മുഴുവൻ മഞ്ഞാണ്, കണ്ടില്ലേ? അടിപൊളി കാലാവസ്ഥ. ചെറുതായിട്ട് പൊടിയായിട്ട് വെള്ളം വീഴുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്, അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം വീണ്ടും ദർശനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലത്താണ് ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്, ചൂടുവെള്ളമുള്ള ഉറവയുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അമ്പലത്തിൽ ദർശനം കഴിഞ്ഞിട്ട് അവിടെ നമ്മളങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിലോട്ട് പോവാണ്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ളൊരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോൾ തപ്കുണ്ട് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചൂടുവെള്ളം, നാച്ചുറൽ ചൂടുവെള്ളമാണുള്ളത്. ഇതാണ് തപ്കുണ്ട്, നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ആണ്. തപ്പുണ്ടിൽ നിന്ന് മേളിലേക്ക് കയറി വന്നു. ഇനിയിപ്പോൾ ദർശനത്തിന് വേണ്ടി പോവാണ്. ഓം നമോ നാരായണായ. അമ്പലത്തിനകത്തുനിന്നുള്ള വ്യൂ ആണ്. ആൾക്കാർ വളരെ കുറവാണ്. ഓം നമോ നാരായണ. അമ്പലത്തിൽ വന്ന് നനഞ്ഞ നോട്ടുകളൊക്കെ ഉണക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് കാമധേനു. ബദ്രീനാഥ് അമ്പലത്തിൻ്റെ അകത്തുള്ള പ്രൊമസ്ത വ്യൂ ആണ്. അമ്പലത്തിൻ്റെ മുൻവശമാണിത്. ഇവിടെ സൈഡിലൊക്കെ ഉപദേവതകളുണ്ട്. ഉപദേവതകളുടെ സൈഡിൽ കാണുന്ന ഉപദേവതകളുടെ അമ്പലങ്ങളാണ്. അങ്ങനെ 2 പ്രാവശ്യം ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നു. പുറത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഓം നാരായണായ. ഓം നമോ നാരായണ. നിങ്ങളിപ്പോൾ കാണുന്ന തപ്തകുണ്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. തപ്തകുണ്ട് ഇവിടെയാണ് ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചിരുന്നു. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. തപ്തകുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ആൾക്കാർ തിരക്കൊന്നുമില്ല. അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആൾക്കാർ വളരെ കുറവാണ്. തൊഴാൻ നല്ല സൗകര്യമായിരുന്നു, തിരക്കുറവാണ്. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവാണ്. ഇനിയിപ്പം വൈകിട്ടേ വരുള്ളൂ. വൈകിട്ടത്തെ കർപ്പൂര ആരതിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ കർപ്പൂര ആരതിയും കണ്ടു കഴിഞ്ഞിട്ട് നാളെ രാവിലത്തെ വണ്ടിക്ക് തിരിച്ചു പോകാമെന്ന് കരുതുന്നു. ഓം നമോ നാരായണായ. ऐसा दूध कैसा दे रहा है? 50 का है, 60 का है. 50 वाला एक निकालो. शुगर मीठा, थोड़ा सा मीठा. ഇനി ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ പോകും. പച്ചക്കറിക്കടയിലെ പച്ചക്കറികളാണ്. പോകുന്ന വഴിയിൽ നിന്നുള്ള ഒരു ആശ്രമത്തിൻ്റെ വ്യൂ ആണ് കാണുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ജാതിയുടെ ആശ്രമത്തിലോ എവിടെയെങ്കിലും ഇതുപോലെ ദേശീയ പതാക പാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ വൈകിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ദർശനത്തിന്. കർപ്പൂര ആരതിക്ക് വേണ്ടി വന്നതാണ്. ദർശനം കഴിഞ്ഞ് പ്രസാദം കിട്ടി. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. 5:30 എന്ന് പറഞ്ഞു കർപ്പൂരാരതി. അപ്പോൾ കർപ്പൂരാരതി കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പം നാളെ രാവിലെ വീണ്ടും ഇവിടെ നിന്ന് തിരിക്കും.
നമ്മൾ കാണുന്നത് കുറച്ച് സന്യാസിമാർ ദർശനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ കാമധേനുവാണ്. കാമധേനുവിൻ്റെ അമ്പലമാണ്. കാമധേനു അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയുള്ളതാണ് കാമധേനു. ഇന്നത്തെ കാലാവസ്ഥ നല്ലതായിരുന്നു. രാവിലെ മുതൽ നല്ല വെയിലായിരുന്നു. അത് കാരണം ഇന്ന് നല്ല തെളിച്ചമുണ്ട്. പക്ഷെ അമ്പലത്തെ ആൾ കുറവാണ്, ആൾക്കാർ വരുന്ന കുറവാണ്. അത് കാരണം നല്ല സുഖമായിട്ട് ദർശനം കിട്ടി. ഇനിയിപ്പോൾ ഞാൻ കർപ്പൂരാരതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കർപ്പൂരാരതിക്ക് 201 രൂപയുടെ ടിക്കറ്റാണ്. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ നമ്മളെ വിളിക്കും. ടിക്കറ്റ് ഉള്ളവരെ മാത്രം കയറ്റും കർപ്പൂരാരതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബദരീനാഥിൽ നിന്ന് ഞാൻ നാളെ രാവിലെ വിടും. അപ്പം എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു, ബൈ 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 ബൈ.